റിങ്ങുണ്ട്. കൊടുക്കാം ഒരു മിനിറ്റ്. ഹലോ മാടായി സ്വാമി ഉണ്ടാ? എന്റെ അടുത്ത് നിന്ന് പൊടി വലിക്കരുതെന്ന് 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ? ഹലോ സ്വാമി, ഞാനാ നടരാജൻ. ഞങ്ങളിപ്പോ മംഗലാപുരം കഴിഞ്ഞു. ഒന്നുമില്ല. 9നും 80നും ഇടയ്ക്കുള്ള നമ്പറാ. 79. അതാര്? കട്ടായില്ല. പൊടി നിന്നെ ഞാൻ ഇതിനെ നീ വട എന്ന് വിളിച്ചാൽ നിന്നെ ഞാൻ അമിതാഭ് ബച്ചൻ എന്ന് വിളിക്കും, അമീർ ഖാൻ എന്ന് വിളിക്കും, ദുൽഖർ സൽമാൻ എന്ന് വിളിക്കും. അനിയ, എൻ്റെ നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ ആലയം പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പക്ഷേ ഇന്ത്യൻ റെയിൽവേയുടെ ഈ ഒരു വട കഴിച്ചു കഴിഞ്ഞാൽ ഈ ആലയം ശൗചാലയമായി മാറും. ദൈവം മൂക്കുകുത്തിക്കൊണ്ടോടും. ഇന്ന് മനുഷ്യന്റെ ഉള്ളിൽ ദൈവ സാന്നിധ്യം ഇല്ലാതാകാനുള്ളതിന്റെ കാരണം അവൻ കഴിക്കുന്ന ഭക്ഷണമാണെന്നുള്ള കാര്യം അന്യനറിയോ? ഇതാണ് വട. ഒന്ന് കഴിച്ചു നോക്ക്. സാറിന്റെ ദേശം ഏതാ? തിരുവനന്തപുരം, കുടപ്പനക്കൊന്ന്. ചാർജർ ഇപ്പൊ തരാമേ? ഓ, തന്നില്ലേലും കുഴപ്പമില്ല. ഞാൻ ഈ ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് ഒരു 3 പെഗ് വീശി. അതിന്റെ പുറത്താണ് ഞാൻ ഈ ഒച്ചപ്പാടുണ്ടാക്കിയെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? കണ്ടിപ്പില്ല. ഞാൻ സ്വന്തം നിജന്ത അത്ര അറിഞ്ഞാ മതി. अरे संजय भाई, अरे ये तो मसाला रिपब्लिक फिल्म और हीरो मोइबोर हुकी प्लीज कम मोइबोर हुकी अना गालवाटी अच्छा नदी भरा ढेउ बोझे ना तो केउ केनो तोरी मिछे बाओ बाओ रे नदी भरा ढेउ. ആസാമിൽ നിന്ന് ജോലി തേടി കേരളത്തിലെത്തി ഇവിടുത്തെ ഒരു സിനിമയിൽ അഭിനയിച്ച മിടുക്കൻ. അതൊരു ചെറിയ കാര്യമാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. കേരളം നിന്നെ ഒരു സൂപ്പർ സ്റ്റാറാക്കി മാറ്റട്ടെ. പക്ഷെ ഒരു കാരണവശാലും നീ പാടാൻ ശ്രമിക്കരുത്. ജീവിതത്തിൽ വലിയ ബ്രഹ്മാണ്ഡ കാര്യങ്ങളൊന്നുമില്ല ഡോളി ആൻറ്റി. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. പക്ഷെ നമുക്കതിൽ ആഹ്ലാദിക്കാൻ കഴിയണം, മനസ്സ് തുറന്ന് അഭിനന്ദിക്കാൻ കഴിയണം. എങ്കിലേ ജീവിതം ആനന്ദഭരിതമാകൂ. என்ன வேணும் சார்? இது பழம் சாப்பிட்டு பார்க்கட்டுமா? சாப்பிடுங்க சார், சாப்பிடுங்க. பார்க்கட்டும்.
ചോദിക്കാം. അത് ചോദിക്കാം. പറഞ്ഞ ഇയാൾക്ക് മനസ്സിലാവില്ലേ? പൊട്ടൻ. കിട്ടി. ഇങ്ങോട്ട് വരാ. എന്റെ പൊന്നെ, നമ്പർ കിട്ടി. ഹരിഹര റെഡ്ഡി എന്ന പേര്. ചന്ദ്രഗിരിയിൽ നിന്ന് ഇയാളും നമ്മുടെ കൂടെ വരും. കറക്റ്റ് സ്പോട്ട് ഇയാൾക്കേ അറിയത്തുള്ളൂ. പിന്നെ അയാളും കൂടെ വരുന്നത് നല്ലതാ. പോനാ പോകട്ടും പേര്. இந்த ഭൂമിയിൽ നിന്നെയും കൊല്ലത്തെ കോട്ടൂർ ബാറാണ് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ബാർ. ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ്സിൽ മാത്രം യാത്ര ചെയ്യുന്ന കോട്ടൂർ നടരാജൻ മുതലാളി എന്താണ് ഈ സ്ലീപ്പർ ക്ലാസിന്റെ ബാത്റൂമിന്റെ സൈഡിൽ നിന്ന് പരിങ്ങുന്നെന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. എനിക്കെല്ലാം അറിയാം. ഇത് വെച്ചോളൂ. ഭഗവാനെ, ഭഗവതിയെ, നമുക്കെല്ലാം തുറന്നു പറഞ്ഞാലോ? ചവിട്ടി കൂട്ടും ഞാൻ. വേണ്ടല്ലേ? ഇനിയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് വലിക്കാം. പൊടി വലിക്കേ. ഏ? ഇങ്ങോട്ട് വന്നേ. ആ, അതിനും സമ്മതിച്ചില്ല. അവനെ പിടിക്കാ പോയേ. പഴവല്ലി അകത്താക്കിയിരിക്കുന്നത് ബാത്റൂമിൽ കാണും. ആരെങ്കിലും വരണ്ടോന്ന് നോക്ക്. ഏയ്, ഹലോ സ്വാമി, ഞാനാ. സ്വാമി പറഞ്ഞത് അച്ചട്ടായി എന്നാ തോന്നണേ. ഒരുത്തൻ ഇതിനകത്ത് കേറിയിട്ടുണ്ട്. 40-നും 70-നും ഇടയ്ക്കാ. 50. പോടോ. 69. ആ, വിഘ്നങ്ങൾ മലവെള്ളം പോലെ വന്നുകൂടും. ഓ. കരുതലോടെ ഇരിക്കണം. ആ. ഇല്ലെങ്കിൽ ഹലോ ഹലോ കട്ടായി. അതെ, ഒന്ന് നിന്നേ. ഏ, ഞങ്ങൾ എങ്ങോട്ടാ പോണേ? ഒന്ന് പറഞ്ഞേ. അതെന്നോടാ ചോദിക്കുന്നത്? ഞങ്ങൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്ന് തനിക്കറിയാമെന്നല്ലേ പറഞ്ഞത്? എന്നാ പറ. പറയട്ടെ. ആ, നിങ്ങൾ പോകുന്ന അതേ സ്ഥലത്തേക്ക് തന്നെയാണ് ഞാനും പോകുന്നത്. ഏ? നമുക്ക് അവിടെ വെച്ച് കാണാം.